അവർക്ക് നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം എല്ലാർ ബൊട്ടിക്കോം പിടിഞ്ഞാമക്കൽ. ഇന്ന് നമുക്ക് വീണ്ടും കുറച്ച് ബാഗുകളുടെ കളക്ഷൻ കാണാം. ഇതിൽ ഇന്ന് കാണിക്കുന്നതിൽ കൂടുതലും ചെറിയ ബാഗുകളാണ്. കുറെ കസ്റ്റമേഴ്സ് ചെറിയ ബാഗുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ചെറിയ ബാഗും ഉണ്ട്, പിന്നെ വളരെ കുറവ് വലിയ ബാഗുകൾ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് കാണിക്കുന്ന ബാഗ്, ഈ ബാഗ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എന്റെ വീഡിയോസ് മുമ്പ് കണ്ടിരുന്നവർക്ക് ഈ ബാഗ് കാണുമ്പോൾ തന്നെ അറിയാം. കുറെ മുമ്പ് ഞാൻ ഈ ബാഗുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഒരുപാട് കസ്റ്റമർ എൻക്വയറി ഉള്ള ഒരു ബാഗാണിത്. അപ്പോ ഈ ബാഗ് അന്ന് കാണിച്ചതിന് ശേഷം, അതായത് ഒരു 5 മാസമൊക്കെ മുമ്പാണ് ഈ ബാഗ് കാണിച്ചിരുന്നത്. 5-6 മാസം മുമ്പ് ഈ ബാഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചോദിച്ചപ്പോഴൊക്കെ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്രാവശ്യം ചെന്നപ്പോഴാണ് ഇതിന്റെ കുറച്ച് പീസുകൾ കിട്ടിയിട്ടുണ്ട്. കുറച്ചധികം ഷെയ്ഡുകളിലാണ് വന്നിരിക്കുന്നത്. അപ്പോ ഈ ബാഗ് ഇപ്പൊ പുതിയ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ വീണ്ടും ഇതിനെ കുറിച്ച് പറയാം. ഫ്ലോണ്ടിറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ബാഗാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ് ഇത്. ഇവിടെ ഒരു 2 പ്രസ് ബട്ടൺ ആണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കള്ളിയുണ്ട്, നമുക്ക് പൈസ എളുപ്പത്തിന് എടുക്കാനായിട്ട്. അത് കൂടാതെ നല്ല ലെങ്ത്തിൽ ഇടാനായിട്ടുള്ള സ്ലിങ് ഇതിന്റെ കൂടെ ഉണ്ട്. പിന്നെ ഇതിന്റെ ഈ സൈഡിലത്തെ ഒരു പാറ്റേൺ കണ്ടോ, ഇതുപോലെ ഒരു ഡിസൈൻ ആണ് 2 സൈഡിലും വന്നിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ 2 കള്ളിയാണ് ഉള്ളത്. ഇത് തുറന്നു കഴിയുമ്പോൾ ഇതിൽ 3 ഫോൾഡിന്റെ കുടയൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ. 5 ഫോൾഡിന്റെ കുട വെക്കാം. മൊബൈല്, കണ്ണാടിക്കൂട്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ വെക്കാൻ പറ്റും. ഇങ്ങനെ 2 കള്ളിയാണ് ഇതിൽ വരുന്നത്. ഇനി അത് കൂടാതെ ഈ അടപ്പുണ്ടല്ലോ, ഈ ഫ്ലാപ്പില് ഒരു സിബ്, എന്നിട്ട് ഇതില് ഇത്ര സ്പേസ് ഇതിലും ഉണ്ട്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ വീണ്ടും ഒരു സിബും ഒരു പോക്കറ്റും. അപ്പൊ ഇത്രയ്ക്കും കള്ളികളാണ് ഇതിൽ വരുന്നത്. ഇത് എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് മേടിച്ചതാണ്. ഇപ്പൊ ഞാൻ ആ പേപ്പറുകളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോ അത് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ്. ഒട്ടും വെയിറ്റ് ഇല്ലാത്ത, വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ബാഗാണ്. അപ്പൊ ഈ ബാഗ് മുമ്പ് ഞാൻ കൊടുത്തിരുന്നത് 525 രൂപയ്ക്കായിരുന്നു. ഇപ്പൊ ഈ ബാഗുകൾക്ക് വില കൂടി. അതുകൊണ്ട് ഇപ്പോ ഈ ബാഗിന്റെ റേറ്റ് എന്ന് പറയുന്നത് 555 ആണ്. പിന്നെ ഇങ്ങനെയുള്ള ഈ ചെറിയ ബാഗുകൾ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നവർക്ക് അറിയാം. ഇങ്ങനെയുള്ള ഈ ചെറിയ ബാഗുകൾ എല്ലാം വാങ്ങിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് 45 രൂപ മാത്രമാണ് ഷിപ്പിംഗ് വാങ്ങിക്കുന്നത്. അപ്പോ ഇന്നലെ ഒരു കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ 45 രൂപ. ഞാൻ ഷിപ്പിങ്ങിനെ കുറിച്ച് ഒരിക്കലും പറയാറില്ല. ഇതില് ഓരോ ബാഗുകൾക്കും കനം അനുസരിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പൈസ പറയുന്നത്. ഇത് ഒട്ടും വെയിറ്റ് ഇല്ലാത്ത ചെറിയൊരു ബാഗാണ്. ഇങ്ങനെയുള്ള ചെറിയ ബാഗുകൾക്ക് 45 രൂപ മാത്രമാണ് ഷിപ്പിംഗ് വാങ്ങിക്കുള്ളൂ. പിന്നെ ഇങ്ങനത്തെ തന്നെ 2 എണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 60 രൂപ പറയും. കാരണം 2 എണ്ണം ആകുമ്പോൾ വെയിറ്റിന് വ്യത്യാസം വന്നില്ലേ, അതാണ്. അതുപോലെ വലിയ ബാഗാണെങ്കിൽ 60 രൂപ അല്ലെങ്കിൽ 80 രൂപ വെയിറ്റ് അനുസരിച്ചിട്ടാണ് പൈസ പറയുന്നത്. അപ്പൊ ഈ ബാഗിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 555. അപ്പൊ ഇതിപ്പോ ഒരു മെറ്റാലിക് കളറ്, ഗ്രീനിന്റെ തന്നെ ഒരു ഷെയ്ഡാണ് വരുന്നത്. ഗ്രീനും ഗ്രേയും കൂടി ഒരു കളറ്, നല്ലൊരു ഷെയ്ഡാണ്. ഇനി ഇതിൽ വരുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ബ്ലൂ ഷെയ്ഡ്, പിന്നെ ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ്. പിന്നെ ഇതിലൊരു വ്യത്യാസം വരുന്നത് ഇപ്പൊ കണ്ടോ, ഇതില് ഇപ്പൊ ഞാൻ ആദ്യം കാണിച്ചതിൽ ഇതുപോലെയാണ്. ഇതിന്റെ ഫ്ലോണ്ടിറ്റ് എന്ന് പറയുന്ന എംബ്ലം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതില് വരുമ്പോ ഇതുപോലെയാണ് എഴുതിയിരിക്കുന്നത്. അടുത്തതില് ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലാണ്. അത് മാത്രമാണ് അതിൽ വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ. ബാക്കി എല്ലാ സ്പെസിഫിക്കേഷനും സെയിം ആണ്. എഴുതിയിരിക്കുന്നതിന് ഡിഫറൻസ് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നത്തേല് വരുമ്പോഴാ ഇതുപോലെയാണ് വരുന്നത്. അപ്പൊ ഇതൊരു പീച്ച് ഷെയ്ഡ്, പിന്നെ വരുന്ന ഷെയ്ഡ് ഒരു ഡസ്റ്റി ഗ്രീൻ ഷെയ്ഡ്, പിന്നത്തെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു മെറൂണും വൈനും ഒക്കെ കലർന്ന ഒരു ഷെയ്ഡ്, പിന്നത്തെ ഒരു ഷെയ്ഡ് ഒരു ഡാർക്ക് ബീജ് ഷെയ്ഡ്, പിന്നത്തെ ഒരു ഷെയ്ഡ് ഒരു മൗ ഷെയ്ഡ്. അപ്പൊ ഇത്രയും ഷെയ്ഡുകളിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിൽ ഓരോ ബാഗിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 555. കാണിക്കുന്ന ബാഗ്, ഈ ബാഗ് ഞാൻ കഴിഞ്ഞ ആഴ്ച കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഒരുപാട് കസ്റ്റമേഴ്സ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട ഒരു ബാഗായിരുന്നു. ഇതും ഫ്ലോണ്ടിറ്റിന്റെ തന്നെ ബാഗാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാഗ്. ഇതൊരു മെറൂണും വൈനും കൂടി കലർന്ന ഒരു കളറാണ് വന്നിരിക്കുന്നത്. ഇതും ഫ്ലോണ്ടിറ്റിന്റെ തന്നെ ബാഗാണ്. നീളത്തിൽ ഇടാനുള്ള സ്ലിങ് ഇതിലുണ്ട്. ഇത് ഇങ്ങനെ കള്ളി തുറന്നു കഴിയുമ്പോ ഇത്രയ്ക്ക് സ്പേസ് ആണ് വരുന്നത്. ഇതിലും നമുക്ക് 5 ഫോൾഡിന്റെ കുട, മൊബൈല്, കണ്ണാടിക്കൂട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്നതാണ്.
ഇതിന്റെ ബാക്ക് സൈഡിലും ഒരു സിബും ഒരു പോക്കറ്റും ഉണ്ട്. അപ്പോ ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസിനല്ല, നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്ര പോകുമ്പോൾ ഒരു ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഇട്ടുകൊണ്ട് പോവാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 550. അപ്പൊ ഇതിപ്പോ ഒരു ഡാർക്ക് മെറൂണും വൈനും കൂടി കലർന്ന ഒരു ഷെയ്ഡ്. പിന്നത്തെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഇത് ഇതാ കാപ്പിയുടെ തന്നെ ഒരു ഷെയ്ഡാണ് ഇത് വരുന്നത്. എന്നാ കരിഞ്ഞ കാപ്പിപ്പൊടി അല്ല. പിന്നത്തെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു മഡ് ഷെയ്ഡാണ്. പിന്നത്തേത് ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ്. പിന്നത്തെ ഒരു ഷെയ്ഡ് ഇതിപ്പോ നല്ലൊരു ഹിറ്റ് ആയിട്ട് പോകുന്ന ഒരു കളറാണ്. ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ് അല്ല, കോഫിയുടെ ഒരു ടിന്റ് എന്ന ഇതിലുണ്ട്. കോഫി ബ്രൗൺ അല്ല, ഇത് തെറ്റിദ്ധരിക്കരുത്, ഇത് കോഫി ബ്രൗൺ അല്ല. നല്ലൊരു ചോക്ലേറ്റിന്റെയും ലാവൻഡറിന്റെയും ഒക്കെ ഒരു ഷെയ്ഡ് കലർന്ന അങ്ങനെ 3 കളറ് കൂടി മിക്സ് ആയി വന്നിരിക്കുന്ന ഒരു നല്ലൊരു കളറാണിത്. പിന്നെ വന്നിരിക്കുന്ന ഒരു കളർ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡ്. അപ്പൊ ഇത്രയും കളറുകളാണ് ഈ ബാഗുകളിൽ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 550. ഈ ബാഗ് എന്ന് പറയുന്നത് ഇത് മെറ്റീരിയൽ ഉണ്ടല്ലോ 100% വാട്ടർ പ്രൂഫ് അല്ല, എന്നിരുന്നാലും കുറച്ചൊന്ന് മഴ കൊണ്ടാലും ഇത് കുഴപ്പമില്ലാത്ത ഒരു ബാഗാണ്. അപ്പൊ ഇത് ഞാൻ ഏകദേശം ഒരു 2 മാസം മുമ്പ് കാണിച്ചായിരുന്നു ഈ ബാഗുകൾ. ഇതും ഫ്ലോണ്ടിറ്റിന്റെ തന്നെ ബ്രാൻഡിൽ വരുന്ന ബാഗുകളാണ്. അപ്പൊ ഇതിന് സ്ട്രാപ്പ് വന്നിരിക്കുന്നത് ചെറിയ സ്ട്രാപ്പ് അല്ല കേട്ടോ, ഇതിങ്ങനെ കയറ്റിയിട്ടാല് നല്ലതുപോലെ നീളമുള്ള സ്ട്രാപ്പാണ്. കണ്ടോ, ഇതുപോലെ നല്ല നീളമുള്ള വീതിയുള്ള സ്ട്രാപ്പാണ്. അപ്പൊ ഇപ്പൊ ഈ കാണിക്കുന്നത് ഒരു പിങ്കിന്റെ ഒരു ഷെയ്ഡാണ്. അപ്പൊ ഇതില് ഇതുപോലെയാണ് ഫ്രണ്ട് പോർഷൻ. ഇതുപോലെ ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു പ്രസ് ബട്ടൺ ആണ്. ബട്ടൺ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു കള്ളിയുണ്ട്. പിന്നെ ഇവിടെ സെന്ററിൽ ഒരു കള്ളി. ഇത്രയും പോർഷനാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. ഇതിന്റെ സൈഡിൽ ഒരു സിബും ഒരു പോക്കറ്റും ഉണ്ട്. ഇനി അത് കൂടാതെ വീണ്ടും ഇപ്പുറത്ത് വേറൊരു കള്ളിയുണ്ട്. കണ്ടോ, ഇവിടെ ഒരു കള്ളിയുണ്ട്. പിന്നെ അതുപോലെ ബാക്ക് സൈഡിൽ വീണ്ടും വേറൊരു കള്ളി, ഒരു സിബും ഒരു പോക്കറ്റും ബാക്ക് സൈഡിലും ഉണ്ട്. കണ്ടോ, അപ്പൊ ഇത്രയും സ്പേസ് ആണ് ഈ ബാഗിലുള്ളത്. ഇത് നമുക്ക് ഇച്ചിരി മഴ കൊണ്ടാലും കുഴപ്പമില്ലാത്തൊരു ബാഗാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും പുറത്തേക്ക് പോകുമ്പോൾ ഒരു ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് ഒരു 5 ഫോൾഡിന്റെ കുട, പിന്നെ അതുപോലെ കണ്ണാടിക്കൂട്, മൊബൈല്, ഇനി ബാങ്കിന്റെ പാസ്ബുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗാണ് ഇത്. ഞാനൊരു 2 മാസം മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്നും ഇതുപോലെ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചൊരു ബാഗായിരുന്നു. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 680. അപ്പൊ ഇപ്പൊ ഞാൻ കാണിച്ചത് ഒരു പിങ്കിന്റെ നല്ല ഭംഗിയുള്ള ഒരു പിങ്കിന്റെ ഷെയ്ഡ്, നിറച്ച് ഫ്ലോറൽസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ വരുന്ന ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ്. പിന്നത്തെ ഒരു ഷെയ്ഡ് ഒരു ലാവൻഡർ ഷെയ്ഡ്. പിന്നെ വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് ഒരു ബ്ലൂ ഷെയ്ഡ്. പിന്നെ വന്നിരിക്കുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ഗ്രേയുടെ ഷെയ്ഡ്. കണ്ടോ, ഇത്രയ്ക്കും ബാഗുകളാണ്, ഇത്രയും കളേഴ്സ് ആണ് ഈ ബാഗിൽ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിൽ ഒരു ബാഗിന്റെ റേറ്റ് വരുന്നത് 680. നെക്സ്റ്റ് ബാഗ് വന്നിരിക്കുന്നത് ഇത് കണ്ടോ, ഇതാണ് ഇതിന്റെ ഫ്രണ്ട് സൈഡ്. ഇതൊരു ചെറിയ ബാഗ് എന്ന് പറയാൻ പറ്റില്ല, എന്നാ ഒരു മീഡിയം സൈസിലുള്ള ഒരു ബാഗാണ് ഇത്. പുറമേന്ന് കാണുമ്പോൾ ഫ്രണ്ട് സൈഡ് കാണുമ്പോൾ നമുക്കൊരു വെൽവെറ്റിന്റെ ഒരു പ്രതീതി അല്ലേ, വെൽവെറ്റ് ഇരിക്കുന്നത് പോലെയാണ്. പക്ഷെ അത് വെൽവെറ്റ് അല്ല, റെക്സിൻ തന്നെയാണ്. റെക്സിനില് വെൽവെറ്റിന്റെ ഡിസൈൻ ഉള്ള ഒരു റെക്സിനാണ് ഇത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ്. ഫ്രണ്ട് സൈഡ് ഇതുപോലെ വരും, ബാക്ക് സൈഡ് ഇതുപോലെ പ്ലെയിൻ ആയിട്ട്. ബാക്കിൽ ഒരു സിബും ഒരു പോക്കറ്റും ഉണ്ട്. പിന്നെ ഇതുപോലെ മാത്രമാണ് ഇത് ഇടാൻ പറ്റുള്ളൂ. അതായത് ഇതിങ്ങനെ തോളിൽ ഇടാൻ പറ്റുന്ന ബാഗാണ്, അതല്ലാതെ ഒരുപാട് ലെങ്തിലുള്ള ബാഗല്ല. പിന്നെ ഇതില് 2 കള്ളിയാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഇതിൽ നമുക്ക് 3 ഫോൾഡിന്റെ കുട, വെള്ളം കുപ്പി, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇടാൻ പറ്റുന്ന ഒരു ബാഗാണ്. നോക്ക്, ഇത്രയ്ക്ക് സ്പേസ് ആണ് ഇതിന്റെ ഉള്ളിലുള്ളത്. ഇതിന്റെ സിബും ഒരു പോക്കറ്റ് ഇവിടെ ഉണ്ട്, ഇപ്പുറത്തും ഒരു കള്ളിയുണ്ട്. ഇങ്ങനെ 2 കള്ളികളാണ് ഈ ബാഗിലുള്ളത്. അപ്പൊ ഈ ബാഗിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 480. അപ്പൊ ഇത് ഒരു നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ്. ഇനി ഇതിൽ വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് കണ്ടോ, ഒരു ഫ്രണ്ടില് ഇതുപോലെ ഒരു വെൽവെറ്റിന്റെ ഒരു പ്രതീതിയാണ്, വെൽവെറ്റ് അല്ല. ഇങ്ങനെ ഒരു പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡ്. പിന്നെ വന്നിരിക്കുന്നത് വേണ്ട ഒരു പീകോക്ക് ബ്ലൂ ആണ് ഇവിടുത്തെ ഫ്രണ്ടില് ഷെയ്ഡ്, ബാക്ക് ഇങ്ങനെ. പിന്നത്തെ വന്നിരിക്കുന്നത് ഒരു ലാവൻഡർ ഷെയ്ഡ്, ഫ്രണ്ട് ബാക്ക് ഇങ്ങനെ. പിന്നത്തെ വന്നിരിക്കുന്നത് ഒരു മഡ് ബ്രൗൺ ഷെയ്ഡ്.
കണ്ടോ, ഫ്രണ്ടിൽ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ. അപ്പൊ ഇത്രയും കളേഴ്സിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിൽ 3 ഫോൾഡിന്റെ കൂടെ വെള്ളം കുപ്പി, പിന്നെ അങ്ങനെ കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങൾ എല്ലാം ഇടാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 480. കാണിക്കുന്നത് ഇത് അംബിക ബ്രാൻഡിലുള്ള ഒരു ബാഗാണ്. സിംഗിൾ പീസ് ആണ് കേട്ടോ. ഇത് ഈ പാറ്റേണിൽ ഇനി വേറെ കളർ ഇല്ല, ബാഗുകളൊന്നുമില്ല. ഇതൊരു സിംഗിൾ പീസ് ആണ്. നല്ലൊരു ബാഗ് ആയതുകൊണ്ട് ഞാൻ കണ്ടപ്പോ എടുത്തിട്ട് വന്നതാ. അപ്പൊ ഇത് ഇത്രയ്ക്കാണ് ഉള്ളൂ, നീളത്തിൽ ഇടാനുള്ളതില്ല. നല്ലൊരു കരിഞ്ഞ മെറൂൺ കളറിലാണ് ഈ ബാഗ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് സൈഡ് ആണ് ഈ കാണുന്നത്. ഇവിടെ ഒരു സിബും കണ്ടോ, ഇവിടെ ഒരു സിബും ഇത്രയ്ക്ക് സ്പേസ് ഇവിടെ ഉണ്ട്. പിന്നെ ബാക്ക് സൈഡിലും ഒരു സിബും ഒരു പോക്കറ്റും ഉണ്ട് കണ്ടോ. ഇനി ഇത് കൂടാതെ ഇതിന്റെ ഉള്ളില് ഇതാ ഇവിടെ ഒരു കള്ളി, ഇവിടെ ഒരു കള്ളി. നല്ല സ്പേഷ്യസ് ആണ് ഈ ബാഗ് കണ്ടോ. ഇതിൽ നമുക്ക് 3 ഫോൾഡ് പറയേണ്ട കാര്യമില്ലല്ലോ. 3 ഫോൾഡിന്റെ കൂടെയോ വെള്ളം കുപ്പി എല്ലാ എന്തൊക്കെ സാധനങ്ങൾ വേണം അതൊക്കെ അതിന്റെ ഉള്ളിൽ വെക്കാം. ഇപ്പുറത്തും ഒരു കള്ളിയുണ്ട്, ഇതിലും ഒരു സിബ് ഒരു പോക്കറ്റ് അതിന്റെ ഉള്ളിലുണ്ട്. ഇതാ നല്ലോണം സ്പേസ് ആണ് ഇതിന്റെ ഉള്ളിൽ കണ്ടോ. നമുക്കിപ്പോ എങ്ങോട്ടെങ്കിലും, ഇതിപ്പോ ജോലിക്ക് പോകുമ്പോ കൊണ്ടുപോകുന്നതല്ല, ഇത് അംബിക ബ്രാൻഡിന്റെയാണ്. അപ്പോ നമുക്ക് ഒരു യാത്രയൊക്കെ പോകുമ്പോ ഒരു 2 ജോഡി ഡ്രസ്സ് വെക്കണമെങ്കിൽ അങ്ങനെ ഡ്രസ്സ് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇത് കൂടാതെ ഇതിന്റെ സൈഡിൽ ഇതാ ഇവിടെയും ഒരു പോക്കറ്റ് ഉണ്ട്, ഈ സൈഡിലും ഒരു പോക്കറ്റ് ഉണ്ട്. അപ്പോ ഈ ബാഗിന്റെ റേറ്റ് വരുന്നത് 750. ഇനി ഞാൻ വേറെ ഒരു സിംഗിൾ പീസ് ബാഗ് വേറെ ഒരെണ്ണം കാണിച്ചു തരാം. അതാ ഇത് ഫ്ലോണ്ടിറ്റിൽ വന്നിരിക്കുന്ന ഒരു ബാഗാണ്. ഇതും അതെ സിംഗിൾ പീസ് ആണ്. ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ്. കണ്ടാൽ നമുക്കൊരു ജൂട്ടാണെന്ന് തോന്നും, പക്ഷെ ജൂട്ടിലല്ല ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. റെക്സിനിൽ തന്നെ വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. അപ്പോ ഇതിന്റെ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ, ബാക്ക് സൈഡിൽ ഒരു സിബും ഒരു പോക്കറ്റും ഉണ്ട്. ലൈറ്റ് ബ്ലൂവും പീകോക്ക് ബ്ലൂ ആണ് ഇതിന്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഇതിലും 2 കള്ളിയാണ്. ഇതും നല്ല ഉള്ളില് നല്ലോണം സ്പേസ് ഉള്ള ബാഗാണ്. ഒരുപാട് സാധനങ്ങൾ ഇതിൽ വെച്ചിരിക്കുക. ഇത്രയും സ്പേസ് ആണ് ഒരു കള്ളിക്ക് വരുന്നത്. ഇതിന്റെ ഉള്ളിലും ഒരു സിബ് ഒരു പോക്കറ്റും ഉണ്ട്. ഇനി ഇതുപോലെ തന്നെ ഒരു കള്ളി ഇപ്പുറത്തും കിടക്കാം. ഇത് നമുക്ക് ജോലിക്ക് നിന്നല്ല യാത്ര പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതിലും ഒരു 2 ജോഡി ഡ്രസ്സൊക്കെ വെക്കണമെങ്കിൽ വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 750. അത് കണ്ടോ, ഇതും ഇങ്ങനെ മാത്രം തോളിലിടാൻ പറ്റുന്ന ഒരു ബാഗാണ്. അതല്ലാതെ ഒരുപാട് ലെങ്ത്തിൽ ഇടാൻ പറ്റുന്ന അങ്ങനത്തെ സ്ലിംഗ് ഉള്ള ബാഗല്ല. ഈ ബാഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതുപോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ്. പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു ബാഗാണ്. എന്നാൽ ഇതിൽ നല്ലോണം സ്ഥലമുണ്ട്. ഇപ്പം എന്താ ബാക്കിൽ ഇതുപോലെ ഒരു സിബും പോക്കറ്റും ഉണ്ട്. പിന്നെ അത് കൂടാതെ ഇങ്ങനെ തുറന്നു കഴിയുമ്പോ ഇത് നമുക്ക് യാത്ര പോകുമ്പോ 2 ജോഡി ഡ്രസ്സ് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗാണ്. നല്ല ഇതിന്റെ സൈഡിലും ഒരു സിബും ഒരു പോക്കറ്റും ഉണ്ട്. ഇപ്പൊ ഞാൻ ആ പേപ്പറുകളൊക്കെ എടുത്ത് കളഞ്ഞില്ലേ, അപ്പൊ അതെ ഇതുപോലെ ഒട്ടും വെയിറ്റ് ഇല്ലാത്ത ഒരു ബാഗാണിത്. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 730. അപ്പൊ ഇതില് അധികം കളേഴ്സ് ഇല്ല കേട്ടോ. ഇപ്പൊ ഞാൻ കാണിക്കുന്നത് സിംഗിൾ പീസ് ആണ്. സിംഗിൾ പീസ് അല്ല, ഇതിലൊരു ഷെയ്ഡ് കൂടി ഉണ്ട്. ഇനി ഈ ബ്ലൂവില് തന്നെ കുറെ പീസുകൾ ഇല്ല, അതാണ് ഞാൻ മീൻ ചെയ്തത്. അപ്പോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ നല്ലൊരു പൗഡർ ബ്ലൂ ഷെയ്ഡ്. പിന്നത്തെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ്. ഇങ്ങനെ 2 ഷെയ്ഡില് 2 പീസ് മാത്രമേ ഉള്ളൂ. ഞാനത് നല്ല ബാഗുകൾ ആയതുകൊണ്ട് എടുത്തിട്ട് വന്നേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. നമുക്ക് യാത്ര പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗാണ്. അതല്ല ജോലിക്കാണെന്നുണ്ടെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. ഇതിൽ നല്ലോണം സാധനങ്ങൾ കൊള്ളും. ജോലിക്ക് പോകുമ്പോൾ ഫുഡും പിന്നെ എന്തെങ്കിലും പേപ്പറുകൾ സാധനങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 730. അപ്പൊ ഇന്ന് ഈ കാണിച്ച ബാഗുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പൊ കാണുന്നുണ്ട്, പക്ഷെ ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.